അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഈ മിൽമയുടെ നെയ്യാണെങ്കിൽ എന്താണ് പ്രശ്നമെന്ന് അങ്ങ് ചോദിക്കുകയുണ്ടായി. ഇതിലാണ് ഒരു വഴിവിട്ട നീക്കമുണ്ടായത്. അസാധാരണമായൊരു നടപടി PS പ്രശാന്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതായത് പൂനെയിലെ കമ്പനിയിൽ നിന്ന് പതിവില്ലാതെ 24,970 കിലോ നെയ്യ് 497 രൂപ നിരക്കിൽ വാങ്ങുകയായിരുന്നു ചെയ്തത്. ഇത് എന്തിനായിരുന്നു എന്ന് അന്വേഷണ സംഘം ചോദിച്ചപ്പോൾ ഇതിന് മറുപടിയില്ല. ഇവിടെയാണ് പമ്പയിൽ എത്തുന്നതിന് മുൻപേ നമ്മുടെ മിൽമയുടെ നെയ്യ് വഴിമാറിപ്പോയി പകരം ഈ അശുദ്ധ നെയ്യ് കാനുകളിലെത്തിച്ച് സന്നിധാനത്ത് കൊണ്ടുവന്നു എന്ന് പറയുന്ന സംശയം ബലപ്പെടുന്നത്. ഇങ്ങനെ വളരെ കൃത്യമായി രേഖകൾ ഉദ്ധരിച്ചുകൊണ്ടാണ്, രേഖകളുടെ പിൻബലത്തോടെയാണ് PS പ്രശാന്തിനെ ചോദ്യം ചെയ്തതും ഈ നെയ്യിൻ്റെ ക്രമക്കേടിൽ വളരെ കൃത്യമായി പ്രശാന്തിലേക്ക് എത്തിയതും. നിങ്ങൾ എന്തിനാണ് ഇപ്പോഴും അയാളെ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾക്ക് തിരിച്ചടിയേറ്റ, രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടായതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ഈ സ്വർണ്ണക്കൊള്ളയാണ്. അതിന് PS പ്രശാന്തിൻ്റെ നേതൃത്വമുണ്ട്, പത്മകുമാറിൻ്റെ നേതൃത്വമുണ്ട്. ഇനി UDF സർക്കാർ ചെയ്യുമോ എന്നറിയില്ല, സതീശൻ ചെയ്യുമോ എന്നറിയില്ല. ഇനി അന്നത്തെ ദേവസ്വം മന്ത്രിമാരിലേക്ക് കൂടിയൊക്കെ അന്വേഷണം ചെന്നെത്തേണ്ട ഒരു ഘട്ടത്തിലേക്ക് ഈ അഴിമതിയുടെ വ്യാപ്തി കൂടുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഇതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും അല്ല LDFിൻ്റെ പ്രതിനിധിയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഞാനിത് പറഞ്ഞത് ഒറ്റ കാരണം ഞാൻ പറഞ്ഞോളൂ. ഈ മിൽമയ്ക്ക് ഒരു ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സംരംഭത്തിന് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ നിന്ന് എങ്ങനെ കമ്മീഷൻ വാങ്ങിക്കുന്നത് എനിക്കറിഞ്ഞൂടാ. ഒരു മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരു പക്ഷേ അഡ്വക്കേറ്റ് സതീഷ് വസന്ത് ഒരു ശുദ്ധമനസ്കനായതുകൊണ്ട് അങ്ങനെ അഴിമതി നടത്തി ശീലമില്ലാത്തതുകൊണ്ട് അങ്ങ് പറയുന്നത് വളരെ കൃത്യമായിട്ട് കെൽട്രോണൊക്കെ ഈ പറയുന്നത് പോലെ പ്രൈവറ്റ് ആയിട്ട് കോട്ട് ചെയ്യുന്ന പല കൊട്ടേഷൻസും യഥാർത്ഥത്തിൽ പിന്നെ CDT വഴിയും കെൽട്രോൺ വഴിയൊക്കെ അതേ ഏജൻസിക്ക് തന്നെ പുറത്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവും. ഞാൻ ഒരു അഖിലേ ഒരു കാര്യം പറ്റി. ഇപ്പോൾ നേരത്തെ അഖില എന്നെ പറഞ്ഞത് ഇപ്പോൾ പ്രശാന്തിനെതിരായിട്ട് വിജിലൻസ് ആയിട്ട് ഇതുപോലെ ഒരു വിജിലൻസ് കേസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് വന്ന് ഇപ്പം രമേശ് ചെന്നിത്തല അത് കോഷ് ചെയ്ത് കളഞ്ഞേ ഉള്ളൂ. അന്നും വിജിലൻസ് തന്നെ ഇത് സതീശനെ ഇടയ്ക്കിടയ്ക്ക് വരട്ടാൻ വേണ്ടി പുനർജനി പൊടി തട്ടിയെടുത്ത് കൈകളി ചാനലിൽ ഒരു വാർത്ത വരും. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടക്കും. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടന്നു. ഇത്രയും കാലം നിങ്ങൾ കൊണ്ട് നടന്നതല്ലേ? സതീഷ് ഒന്ന് പറയൂ. നിങ്ങളുടെ കയ്യിലായിരുന്നു കഴിഞ്ഞ 10 വർഷം നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. മാത്രവുമല്ല വളരെ കുറച്ച് നാളുകളിലേ ആയിട്ടുള്ളൂ ആ ആഭ്യന്തരമൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്നും പോയിട്ട്. ഞാൻ പറഞ്ഞത് അഖില് പറഞ്ഞത് FIR ഇട്ടുകൊണ്ട് ഞാൻ അത് കറക്റ്റായിട്ട് നിയമം അനുസരിച്ചാണെങ്കിൽ അത് സമ്മതിക്കേണ്ടി വരും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇതൊരു കാര്യം പറയാനായിട്ട് ഇപ്പം മിൽമയാണ് പറയേണ്ടത്. നമ്മൾ കൊടുത്തിട്ടുള്ള നെയ്യ് കറക്റ്റാണ്, ഇത് മിൽമയെ പ്രതിയാക്കണം ഞാൻ പറയുന്നത്. അല്ലാതെ ഈ ഓർഡർ ഇപ്പോൾ ഒരു ഇത് കൊടുത്തിട്ടുള്ള ഇത് മിൽമയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു സാധനം നെയ്യ് വാങ്ങിക്കാൻ കൊണ്ട് കൊടുത്തിട്ടുള്ള ബോർഡ് പ്രസിഡന്റിനെ മെമ്പേഴ്സിനെ അല്ലാതെ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ ഇത് കോടതിയിൽ വന്നാൽ ഇത് തന്നെ പറയും. ഇത് മിൽമ പറയണം ഞാൻ കൊടുത്തിട്ടുള്ളത് കറക്റ്റ് നെയ്യാണ്, അത് അവിടെ കൊണ്ട് കൊടുക്കേണ്ടത് എൻ്റെ ചുമതലയാണ് അല്ലേ? ഇത് ദിവസം കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മെമ്പേഴ്സും പരിശോധിക്കണേ ഇവർ എത്രയാണ് വരുന്നത്. അതാ ഉദ്യോഗസ്ഥന്മാരുണ്ട്, ആ ഉദ്യോഗസ്ഥന്മാർ പരിശോധിക്കുകയും പരിശോധിച്ച് ഇല്ലാത്ത കേസുകൾ തിരിച്ചയക്കുകയും ചെയ്യുന്നതാണ് എൻ്റെ ഒരു നിയമം. സതീഷ് വസന്ത്, ഈ മിൽമ ഈ പണമൊക്കെ എങ്ങനെയാണ് മിൽമയിൽ നിന്നും പണം എങ്ങനെയാണ് വാങ്ങിയത്? അല്ല, മിൽമയിൽ നിന്ന് എങ്ങനെ വാങ്ങിയത്? മിൽമയ്ക്ക് പണം എങ്ങനെ കൊടുത്തു എന്നതറിയാമോ? അതായത് ടെൻഡർ ഇല്ല, ഒരു തരത്തിലുള്ള നടപടിക്രമങ്ങളും ഇല്ല. വാക്കാൽ ഒരു നിർദ്ദേശം അനുസരിച്ച് ഇത്ര 1,50,000 ലിറ്റർ അതെ, പക്ഷെ കൊടുത്തത് 1,50,000 അല്ല 65 ലക്ഷം 1,65,000-നായിരുന്നല്ലോ ഓർഡർ കൊടുത്തിരുന്നത്. സപ്ലൈ ചെയ്തു. ഓക്കെ,
അപ്പം ഞാനിത് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്നും ആ സെമി ഗവൺമെൻറ് കയ്യിൽ നിന്നും ഒരിക്കലും വാങ്ങിക്കാൻ പറ്റില്ല. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയത്. ഞാൻ ബഹുമാനപ്പെട്ട അഖിലിൻ്റെ അടുത്ത് വളരെ വിനയത്തോടു കൂടി എൻ്റെ സഹോദരനും കൂടിയാണ്, എൻ്റെ സ്നേഹിതനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ തന്നെ നിങ്ങൾ ഊരാളങ്കലിനെ പറ്റി പറഞ്ഞത്. ഇവിടുത്തെ കംപ്ലീറ്റ് ജോലികളും ഊരാളങ്ങളും കൊടുത്തു. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി നിയമസഭയിൽ എന്താണ് പറഞ്ഞത്? ഊരാളങ്ങളെ പറ്റി അങ്ങനെ ഒരു ഇതില്ല. റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിന്റെ പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുന്നുണ്ട്. വർക്കുകളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഉത്തരവാദിത്തം പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾക്കുണ്ട്. അല്ല, ഞങ്ങൾ പറഞ്ഞോട്ടെ, ഞാൻ താങ്കൾ പറഞ്ഞ മറുപടിയിലേക്ക് ഒരു കാര്യത്തിലേക്ക് ഇത് ഇടയിൽ പറയേണ്ടി വരുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ പറയുന്ന മിൽമ നെയ്യ് നിങ്ങൾ ഓർഡർ ചെയ്തു എന്ന് പറയുന്നു. ഓർഡർ ചെയ്തത് ശുദ്ധമായ നെയ്യ് സന്നിധാനത്തിൽ ലഭിക്കേണ്ടത് കൊണ്ടാണെന്ന് നിങ്ങൾ പറയുന്നു. ആ ശുദ്ധമായ നെയ്യ് ശബരിമലയിൽ ലഭിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? അത് ആരാണ്? ദേവസ്വം ബോർഡിന്റെ ഏത് തലത്തിലുള്ള ഉദ്യോഗസ്ഥരാണ് അത് ശുദ്ധമായ നെയ്യാണോ അല്ലയോ എന്ന് പരിശോധന നടത്തേണ്ടത്? ആ ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനുണ്ടോ? ദേവസ്വം ബോർഡിനുണ്ടോ? അത് നിങ്ങൾ മറുപടി പറയൂ. അപ്പൊ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്ക് അതിന് ചുമതല ഉണ്ടെങ്കിൽ ആ ദേവസ്വം ബോർഡിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ട്. അതില്ലെങ്കിൽ അവർ അപ്പോഴും റിപ്പോർട്ട് ചെയ്യണം. ഇത് വന്നിട്ടുള്ള മോശമായ നെയ്യാണ്, തിരിച്ചയക്കണം. അദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കേസെടുത്തത്? എന്തുകൊണ്ടാണ് പ്രശാന്ത് അതിന് നേരെ കണ്ണടച്ചത് എന്നുള്ള ചോദ്യമല്ലേ? ഞാൻ പറഞ്ഞത് എവിടെയാണ് പറഞ്ഞത്? ആ ഉദ്യോഗസ്ഥന്മാരെങ്കിലും പ്രസിഡന്റിനെയോ ദേവസ്വം ബോർഡിന്റെയോ അങ്ങ് ഈ നടപടിക്രമങ്ങളൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത്.